അപ്പച്ചന ഉമ്മ തരുന്ന അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മൂക്കല്ല മുട്ടേണ്ടത്, മുട്ടേണ്ടത് അമ്മച്ചി കൊടുക്കുന്നുണ്ട്. ആർക്കും മോശം പറയാൻ പറ്റില്ല. അപ്പച്ചനൊക്കെ മുഖത്ത് നോക്കി എങ്ങനെ ഒരാൾ മോശം പറയുന്നത്? അയ്യോ അവിടെ ഞാൻ ഇച്ചിരി കൂടെ അഭിനയിക്കായിരുന്നു എന്നൊക്കെ തോന്നി. അപ്പച്ചൻ ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്ന അപ്പച്ചനെ മീൻസ് അപ്പച്ചനെ എന്തെങ്കിലും മോശമായിട്ട് കാണിക്കുവാണോ അല്ലെങ്കിൽ അപ്പച്ചൻ എന്തെങ്കിലും തമാശ കാണിക്കുവാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്നോട് ഇൻബോക്സ് വന്നിട്ട് കുറെ പേര് ആ വീഡിയോ ഞാൻ ഇങ്ങനെ പ്ലാൻ ഇല്ല. അപ്പം ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ഇനിയും വീഡിയോ വേണം ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്നാൽ നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ചെറുപ്പം മുതൽ ഇവരുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ബോണ്ട് ഉണ്ട്. മീൻസ് ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടാണ് ഇവിടെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് അത് ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ് വന്നു. ജോമോന്റെ വീട്ടിലെ കുഞ്ഞു വിശേഷം കേൾക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ജോമോന്റെ അപ്പാപ്പനും അമ്മാമ്മയും ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ അപ്പാപ്പനും അമ്മയ്ക്കും മാത്രമേ നമസ്കാരം അയ്യോ തന്നു മതി. നിങ്ങൾ ഭയങ്കര വലിയ സ്റ്റാർസ് ആയല്ലോ അപ്പാപ്പ. അല്ല എല്ലാരും കാണുന്നില്ല. എല്ലാരും ഞങ്ങളെല്ലാരും കാണുന്നുണ്ട്. കണ്ടോണ്ടല്ലേ ഞാൻ വന്നത്. എറണാകുളത്ത് നിന്നാ വന്നത്. ഞാൻ വരുവാന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഞാൻ ഒരു അന്ന് ആദ്യം ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് ചേച്ചി മെസ്സേജ് അയക്കുന്നത്. അപ്പൊ മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ ചേച്ചി പറഞ്ഞായിരുന്നു അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ ആൾക്കാർ വരും ഇങ്ങനെ ഇരുന്ന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇല്ല ഞാൻ അങ്ങനെ എന്തേലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനോട് പറഞ്ഞു വെറുതെ വേറെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തേലും പറഞ്ഞെടുത്ത് പിന്നെ അത് അവെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അനങ്ങാതൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇന്റർവ്യൂവിന് വരും. അപ്പൊ എങ്ങനെ അപ്പൊ അന്ന് പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴാ വരുന്നത്. അമ്മച്ചി അത് പറഞ്ഞപ്പോ തന്നെ അവർക്ക് എന്ത് കൊടുക്കണ്ടേ, എന്ത് ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, എന്തോ നീ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു വിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചു. ഭയങ്കര ഇതാണല്ലേ അമ്മച്ചി ചിരിച്ചേ. അമ്മച്ചിയുടെ ആ ഒറ്റപ്പല്ലില് ചിരി അതെല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം. എത്ര പേര് പറയുന്നതെന്ന് അറിയാവോ? ശരിക്കും ഇത് ശരിയാക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചിക്ക് പേടിയാ ഭയങ്കര. അമ്മച്ചി വരില്ല. ആൾക്കാരെ ചോദിച്ചു അമ്മച്ചിയുടെ കൊണ്ടെന്താ ശരിയാക്കാത്ത, നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്താ അമ്മച്ചിയുടെ അത് ശരിയാക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി വരില്ല. അമ്മച്ചി പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പല്ലിന്റെ വിടവൊക്കെ അടച്ചിട്ടുണ്ട് നൈസായിട്ട്. അമ്മച്ചി ചിരിക്കുന്ന നല്ല ഭംഗി. അമ്മച്ചിയോടൊക്കെ പറയും. നമ്മളിങ്ങനെ ഈ ക്യാമറയൊക്കെ ഇത്ര വെച്ചോണ്ടാണല്ലോ ഇത്ര കോൺഷ്യസ് ആയിട്ട് അമ്മച്ചിയുടെ പേരെങ്ങനെയാ? റോസമ്മ. അപ്പച്ചന്റെ ജി ജോൺ. അപ്പച്ചൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 85. 85. ഓക്കെ. അമ്മച്ചിക്കോ? 70. 75. ഇപ്പോഴാണല്ലോ അപ്പച്ചനും അമ്മയൊക്കെ അഭിനയിക്കുന്നേ. ജോമോൻ ബ്ലോഗ് ഒക്കെ കാണിക്കാറുണ്ടോ? ഞാൻ എടുക്കുന്ന വീഡിയോ ടിവിയിലൊക്കെ ഇട്ട് കാണിച്ചില്ല. അപ്പൊ ഇങ്ങനെ അയ്യോ അവിടെ ഞാൻ ഇച്ചിരി കൂടെ അഭിനയിക്കായിരുന്നു എന്നൊക്കെ തോന്നിയോ? അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എന്നാ തോന്നി? എനിക്ക് ഇച്ചിരി അഭിനയിച്ചാൽ കൊള്ളാം. കണ്ടോ ജോമോന് നീ മിണ്ടരുത്. ഡയറക്ടർ മീൻസ് അവയർ അല്ലാതെ എടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയുന്നത് ചേച്ചി ഇപ്പൊ ചോദിച്ചോണ്ട് അങ്ങനെ അതായിട്ട് പറയുന്നത്. അല്ല അപ്പച്ചാ ഇതിപ്പം അപ്പച്ചനും അമ്മച്ചി അറിയാതെ ഒളിക്യാമറ വെച്ചെടുക്കുന്നതാണ് ഈ സാധനങ്ങൾ മൊത്തം അല്ലെ? അപ്പച്ചനും അമ്മച്ചിക്കും ക്യാമറ വെച്ചെടുത്താൽ എങ്ങനെ അഭിനയിക്കണം എന്നാ എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ. ഞാൻ ഈ തുടരും സിനിമയില്ലേ, തുടരും സിനിമയില് മറ്റേ ലാലേട്ടനാണ് കാറിൽ പോകുന്നൊരു സീനുണ്ട്. അപ്പൊ അതിനകത്തൊരു അപ്പൂപ്പനുണ്ട്. മീൻസ് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ പുള്ളിയുടെ വീഡിയോ ആണ് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ ഇതേപോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചനെ ഇതേപോലെ സിനിമയിൽ എടുക്കും. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു അഭിനയിക്കും? ഞാൻ അഭിനയിക്കും. അപ്പച്ചന് എന്ത് കിട്ടിയ തുടരും കണ്ടല്ലോ? സിനിമ കണ്ടില്ലേ? ഞാൻ കണ്ടിരുന്നു. ഞങ്ങളൊക്കെ കണ്ടു. നാട്ടുകാർ മുഴുവൻ കണ്ടു. തുടരും കണ്ടത്. അപ്പൊ അപ്പച്ചന് തന്നാൽ എന്ത് വേഷം ചെയ്യാൻ അപ്പച്ചന് ഇഷ്ടം? സ്നേഹനിധിയായ അപ്പൂപ്പനാണോ, കുശുമ്പുള്ള അപ്പൂപ്പനാണോ, കർക്കശക്കാരനായ അപ്പൂപ്പനാണോ? ഏതാ ചെയ്യുന്ന അപ്പച്ചൻ? സ്നേഹമുള്ള ജോമോന്റെ ശരിക്കുള്ള പേര് പറഞ്ഞില്ല. ജസ്റ്റിൻ മാത്യു. അതാണ് ഒറിജിനൽ നീ. അപ്പൊ ജോമോൻ തന്നെ ഇവിടെ വീട്ടില് ചെറുപ്പം മുതലേ വിളിക്കുന്നവർ. അങ്ങനെ ഫാമിലി മാത്രമേ വിളിക്കുള്ളൂ പൊതുവെ. വേറെ ആർക്കും ആ പേര് അറിയില്ല. ഇവൻ വരെ തന്നെ ജസ്റ്റിൻ എന്നാണ് വിളിക്കുന്നത്. അനിയൻ. അപ്പൊ അവനും ജസ്റ്റിൻ തന്നെ. ബാക്കി എല്ലാവരും അപ്പച്ചനും അമ്മച്ചി പിന്നെ പപ്പ അമ്മ ബാക്കി ചെറുതായിട്ട് ഫാമിലിയിലുള്ള ആൾക്കാർ. അപ്പൊ ബാക്കി എല്ലാവരും ജസ്റ്റിൻ മാത്യു. പക്ഷേ രാവിലെ എണീക്കുന്നത് ഞാൻ നിങ്ങളുടെ ജോമോൻ. അതെ ജോമോൻ. ജോമൻ എന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ടല്ലേ ജോമാന്റെ കാണാൻ വേണ്ടി വന്നത്. സ്നേഹം ഉണ്ടല്ലോ. അമ്മച്ചിക്കും അഭിനയിക്കാൻ കിട്ടിയ എന്താവും?
ഭയങ്കര കർക്കശക്കാരിയാണോ, സ്നേഹമുള്ളതാണോ, അതോ അസൂയം കുശുമ്പുള്ള ഒരു അമ്മായിമ്മയാണോ, ഏതായിരിക്കും അമ്മ? സ്നേഹമുള്ള അപ്പച്ചൻ പറയല്ലേ, അമ്മച്ചി പറയല്ലേ, എല്ലാവർക്കും സ്നേഹമുള്ളത് മതി. പറ. സ്നേഹമുള്ള സ്നേഹമുള്ള. എന്നാലും ഒരു കർക്കശക്കാരിയാകാൻ പറ്റുമോ? വടിയെടുക്കാൻ പറ്റുമോ? വടിയെടുത്ത് ഞങ്ങളെ അടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ, ഞങ്ങൾ ഓടിക്കുമായിരുന്നു. അപ്പച്ചനൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നും അല്ല. അപ്പച്ചൻ പണ്ട് ഭയങ്കര ടെററായിരുന്നു. ആണോ അപ്പച്ചൻ? പിന്നെന്തുവാ അപ്പച്ചൻ ആണെന്ന് പറഞ്ഞ എന്താ അപ്പച്ചന്റെ ടെററൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്നായിരുന്നു അമ്മച്ചി? എനിക്കുള്ള മോനെ ചുഞ്ചിരാണി വിട്ട് അടിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, തേങ്ങ കെട്ടി പപ്പയാണ് ചെറുപ്പത്തില് ഇവിടെ നമുക്ക് തൊട്ടടുത്തൊരു കായലുണ്ട്, ചേലൂർ പുഞ്ച എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അപ്പച്ചനാണെങ്കിൽ അപ്പച്ചന് ചെറുപ്പത്തിൽ വലയൊക്കെ വീശുന്ന അങ്ങനെ ഇതുണ്ട്. അപ്പൊ ആണെങ്കിൽ അപ്പൊ അത് കണ്ടിട്ട് പപ്പ ഇങ്ങനെ പോയിട്ട് ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ അപ്പൊ ഈ പശു ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോച്ചടിക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ട് പോയി. അതിന് വേണ്ടിട്ട് പോയിട്ട് കായലി പൊതുവെ എല്ലാരും അവിടെ നിൽക്കുമല്ലോ, അപ്പൊ കിഴക്കേ കരയ്ക്ക് പോയി. വെള്ളത്തിന് നടുക്ക് വെള്ളം പറഞ്ഞു പോയെങ്കിൽ എന്റെ കുഞ്ഞിവിടെ എനിക്ക് കൊടുത്ത് അതെങ്ങനെ കൊടുക്കുന്നത്, തെങ്ങി കെട്ടിട്ട് കൊടുത്ത്. ആ തെങ്ങേല് അതാ തെങ്ങില്ല, തെങ്ങുണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. തെങ്ങ് മിക്കാറ് അച്ഛൻ വെട്ടി അതാ മാറ്റി കാണും. അച്ഛൻ വെട്ടി കളഞ്ഞായിരിക്കും. എന്തായാലും അങ്ങനെ അപ്പൊ അതാ പറഞ്ഞ മീൻസ് പണ്ടപ്പച്ച എന്റെ ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി ടെററായിരുന്നു. ഇപ്പം പാമ്പിടിച്ച നന്നായി. അതെ 6-60 ഒരേപോലെ എക്സാക്ട്ലി. ഇപ്പൊ പാവം പിടിച്ച ആള്. അമ്മച്ചി പിന്നെ പണ്ടേ അങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ദേഷ്യപ്പെട്ടുള്ള അങ്ങനെ. അപ്പച്ച തെങ്ങ കെട്ടിട്ട് അടിക്കാന്നൊക്കെ പറഞ്ഞ എന്നതാ അപ്പച്ച? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം കൊച്ചുങ്ങള്, അല്ലാണ്ട് വേറൊരാൾ പറയുന്നത് കേൾക്കുകയല്ല. വല്ലവരും വിളിച്ചോണ്ട് പോകാൻ വേണ്ട അവന്റെ കൂടെ പാനൊക്കെ. അപ്പൊ പപ്പ ഓർത്തോളൂ ആ വെള്ളം മുങ്ങി പോകുന്നത്. വീണ് പോയിരുന്ന നീന്തു പോലും അറിയത്തില്ല കുഞ്ഞിന്. നീന്തലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പച്ചൻ എത്ര മക്കളാ? എനിക്ക് 3 മക്കള്. ഇത് ജോമോന്റെ അച്ഛനൊന്ന്, പിന്നെ എനിക്കൊരു മോള്, പിന്നെ ഈ മോന്. വേറൊരു നേരത്തെ മോളെ എവിടെയാ കെട്ടിച്ചേ? കണ്ണമത്ത്, ശൂരനാട്, അതാണ് ശൂരനാട്. അവർക്ക് ഇങ്ങോട്ട് വരാറുണ്ട്? അവരൊക്കെ വീഡിയോ കണ്ടിട്ട് എന്നാ പറയുന്നേ? അവരൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഭയങ്കര അവിടെ ചെന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ കൂടെ അഭിനയിക്കും. ഇല്ല, അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. മീൻസ് അവര് ചേച്ചി മീൻസ് എനിക്കൊരു കസിൻ ചേച്ചി ഉണ്ട്, അപ്പച്ചന്റെ ആദ്യത്തെ കൊച്ചുമോള്. ആള് കല്യാണം കഴിഞ്ഞൊക്കെ പോയി, പക്ഷെ അവരൊക്കെ വരും ഇടയ്ക്ക് വരുന്ന. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം കൊച്ചുമോളും മോളും വരും ഇപ്പൊ. അല്ല ലിമിറ്റ് വരുവാന്ന് അവരിടയ്ക്ക് വരും. അങ്ങനെ എല്ലാവർക്കും മീൻസ് ആർക്കും മോശം പറയാൻ പറ്റില്ല. അപ്പച്ചനൊക്കെ മുഖത്ത് നോക്കി എങ്ങനെ ഒരാൾ മോശം പറയുന്നത്? ആദ്യത്തെ വീഡിയോ ഏതായിരുന്നു നിങ്ങളെടുത്തെ? ഞാൻ ആക്ച്വലി എന്റെ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടാനായിട്ടുള്ള പ്ലാനേ അല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എനിക്ക് മീൻസ് ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ അമ്മ സൗദിയിലായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 വയസ്സ്, അനിയന് ഒരു 2 വയസ്സ് അടുപ്പിച്ചാവുന്ന സമയത്ത് പപ്പ സൗദിയിലായിരുന്നു ഓൾറെഡി. അമ്മ അപ്പൊ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ആ ടൈമിൽ. അപ്പൊ അന്ന് മുതൽ 4 വയസ്സ് മുതൽ ഇപ്പൊ 24. അപ്പൊ ഇതുവരെ ഞാൻ ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ അന്ന് എന്റെ കയ്യിൽ കുറെ ഞാൻ എപ്പോഴും ഇതേപോലെ വീഡിയോസ് എടുക്കും. ഞാൻ സ്റ്റോറി ഇടുമായിരുന്നു ഇൻസ്റ്റയിൽ. എനിക്ക് മീൻസ് പിന്നാലെ നമുക്ക് എടുത്ത് നോക്കാതെ ഷെയർ ചെയ്യാനുള്ള രീതിയിൽ സ്റ്റോറി ഇടുമായിരുന്നു. അപ്പൊ ഇതിൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ടായിരുന്നു ഇവർ അറിയാതെ തന്നെ എടുക്കുന്നുള്ള വീഡിയോസ്. അപ്പൊ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പോലെ ഞാൻ ഇങ്ങനെ മീൻസ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടു. ആ വീഡിയോയ്ക്കാണ് ആക്ച്വലി എന്താ നല്ല റെസ്പോൺസ് വന്നു. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് എനിക്കും ഒരു ഇതായി. കാര്യം ഇവരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്നോട് ഇൻബോക്സ് വന്നിട്ട് കുറെ പേര് ആ ഞാൻ ഇങ്ങനെ പ്ലാനില്ല. അപ്പം ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ഇനിയും വീഡിയോ വേണം ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്നാൽ നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആൾക്കാർക്ക് കാണുന്ന കുറച്ച് അതുകൂടെ ഒരു ഇപ്പൊ എത്ര വീട്ടുകളിൽ ഇപ്പം അവർക്ക് അധികം കൺസിഡറേഷൻ കൊടുക്കാതുള്ള ആൾക്കാർ. ഇപ്പൊ ഞാനിപ്പോ എത്ര ചെറുപ്പം മുതൽ ഇവരുടെ കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ബോണ്ട് ഉണ്ട്. മീൻസ് ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടാണ് ഇവിടെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് അത് ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ് വന്നു. അപ്പൊ അങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വൈറൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനോട് മുടി വെട്ടിക്കാൻ പോകുന്നത്. അപ്പച്ചനെ കൊണ്ട് മുടി വെട്ടിക്കാൻ പോകുന്ന വീഡിയോ ആയിരുന്നു. അതിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതൊരു 4 മില്യൺ വ്യൂസും അല്ല 3 മില്യൺ സംതിങ്. പിന്നെ അത് അത്യാവശ്യം അങ്ങനെ അത് വന്ന് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വൈറൽ വീഡിയോ. 2-3 ചെറിയ വീഡിയോസ് ഒക്കെ ആയിരുന്നു നേരത്തെ. പിന്നെ അതേപോലെ വാലന്റൈൻസ് ഡേയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് ചുമ്മാ ഞങ്ങൾ ഇരുന്നപ്പോ അപ്പച്ചനെ കൊണ്ട് ഒരു പൂ കൊടുത്ത് ആക്കാന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ അത് അങ്ങനെ ചെയ്ത് അതിപ്പോഴും ഇരിപ്പുണ്ടാവും സ്റ്റോറി ചെയ്ത്. ഇപ്പൊ വീഡിയോ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ആണല്ലോ സന്തോഷം. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളോട് വരാന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും മക്കളും കൊച്ചുമക്കളും ഒക്കെ തിരക്കാണ്. നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം ഒരുപാടുണ്ട് ഇപ്പോൾ. അപ്പം അവരെ നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഒരിക്കലും അവരെ നമ്മൾ കുറ്റം പറയുന്നതല്ല.
അവർക്കേ നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. പ്രായമാകും തോറും നമ്മള് പിള്ളേരെ കഴിഞ്ഞ് വാശി പിടിക്കൂന്നാ പറയുന്നത്. തെങ്ങ് വേണോ? ആരോഗ്യം കുറഞ്ഞില്ലായിരുന്നു കെട്ടിയാ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മക്കളൊക്കെ ആയിട്ടുള്ള അതിൽ നിങ്ങൾ ബ്ലെസ്സിങ് ആണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പ്രായത്തിലും കൊച്ചുമക്കൾ നല്ല രീതിയിൽ ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സന്തോഷമാണ് നമ്മളെ കാണിക്കുന്നത്. അതാണ് നമ്മളെല്ലാം ഞാനൊക്കെ ഇവിടെ വരാനുണ്ടായ പ്രധാന കാരണം. നിങ്ങളെ കാണുക, ഈ ഒരു സന്തോഷം. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് നിങ്ങളെ കാണുന്നുണ്ട്, കുടുംബത്തിന്റെ ഒരു സന്തോഷം കാണുന്നുണ്ട്. അപ്പച്ചനും അമ്മച്ചിക്ക് ഈ വീഡിയോ ഇവര് പിന്നീട് എടുത്ത് കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടി വിയിൽ ഇട്ട് കൊടുക്കും. ചില സമയത്ത് ഞാൻ ഇങ്ങനെ മീൻസ് നോർമൽ വീഡിയോസ് ഒക്കെ അങ്ങനെ അധികം മീൻസ് എപ്പോഴും ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമ്മുടെ വൈറൽ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നൊക്കെ ഞാൻ ഇങ്ങനെ കമന്റ് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ അവര് അത് പറഞ്ഞു ഇത് പറഞ്ഞു. അപ്പച്ചൻ ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്ന അപ്പച്ചനെ മീൻസ് അപ്പച്ചനെ എന്തെങ്കിലും മോശമായിട്ട് കാണിക്കുകയാണോ, അല്ലെങ്കിൽ അപ്പച്ചൻ എന്തെങ്കിലും തമാശ കാണിക്കുകയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കമന്റ് ഒക്കെ അയച്ചു കൊടുക്കും. എന്താ അപ്പൊ ഇങ്ങനെ എത്ര ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് അപ്പച്ചനെ, എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, എത്ര അപ്പച്ചനെ തിരക്കി എനിക്ക് ഡെയിലി എത്ര മെസ്സേജ് വരുന്നു. അപ്പച്ചൻ അമ്മച്ചി ഇത് തന്നെയാണ് ഫുൾ ടൈം. അപ്പച്ചനെ തിരക്കിയെന്ന് പറ. അപ്പച്ചാ അത് കാണുമ്പോ അപ്പച്ചനും അമ്മച്ചിക്ക് എന്താ തോന്നുന്നത്? വളരെ സന്തോഷമാണ്. അയ്യോ, ഒറ്റ വാക്കിൽ ഉത്തരം വേണ്ട. പറഞ്ഞോട് നല്ല ഡീറ്റെയിൽ ആയിട്ട് സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം, വലിയ സന്തോഷം. മാത്രം സന്തോഷം, വലിയ സന്തോഷം. ഇനി ചോദിച്ചാൽ വലിയ സന്തോഷം. ഇതാണ് അപ്പച്ചൻ പൊതുവെ അങ്ങനെ അമ്മച്ചി തൊട്ട് സംസാരില്ല. അപ്പച്ചൻ സംസാരിക്കും. എന്താ കൂടെ സംസാരിച്ചാൽ എന്താ അപ്പച്ചൻ പറഞ്ഞോട്. നാണം വരാറുണ്ടോ? അതൊക്കെ വാലന്റൈൻസ് ഡേയുടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നാണം വന്നോ? മറ്റേ പ്രണയദിനത്തിന്റെ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞോ അപ്പച്ചൻ പൂ എടുത്തത് അമ്മച്ചിക്ക്. നാണമൊന്നും വന്നില്ല? അങ്ങനെ ഞാൻ എന്റെ ഭാര്യക്കല്ലേ കൊടുത്തല്ലേ? അപ്പച്ചനും അമ്മയും കല്യാണം കഴിക്കുന്ന ഏത് വർഷത്തിലാ? 69. അന്ന് കല്യാണം വലിയ എങ്ങനെയായിരുന്നു അന്നത്തെ കല്യാണമൊക്കെ? ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം വീഡിയോ പിടിച്ചു വെച്ച് പള്ളിയിൽ ചെന്ന്. അല്ല, അന്ന് വീഡിയോ ഒക്കെ ഉണ്ടോ? പിന്നെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ വീഡിയോ എടുത്തോ? പിന്നെ എല്ലാരും കൂടെ വന്ന് ഉണ്ടായിരുന്നു. ഫോട്ടോ പിടിച്ചതായിരിക്കും ഉദ്ദേശിച്ചത്. ഫോട്ടോ എടുത്തായിരുന്നോ? അതൊക്കെ പോയി. വർഷം എത്രയായി? അമ്മച്ചി ഈ നാട്ടുകാർ തന്നെയാണോ? ശൂരനാട്. അത് തന്നെ. ഈ രണ്ടാമത്തെ മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ അമ്മച്ചി ഈ ഏരിയ തന്നെ. ഈ ഏരിയ തന്നെയായിരുന്നു. നിങ്ങളുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തി. അന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാരൊക്കെ വന്നായിരുന്നോ? പിന്നെ ഒരുപാട് ആൾക്കാർ. അപ്പച്ചൻ എന്നായിരുന്നു അന്ന് ഇട്ടിരുന്നു? ഇന്നത്തെ പോലെ മറ്റേ പാന്റ് ഷർട്ടും ഒക്കെ എന്നായിരുന്നു? മുണ്ട് ഷർട്ടും സാരി ചട്ടയും മുണ്ടൊന്നും അല്ലല്ലോ, സാരിയും ബ്ലൗസും. അപ്പൊ 56 വർഷമായില്ലേ? എങ്ങനെയുണ്ട് ഇത്രയും ലോങ് ആയിട്ട് മക്കള്, കൊച്ചുമക്കള്, ഭയങ്കര സന്തോഷം? ഇങ്ങനെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷമായിട്ട് അന്നും നടക്കുന്നു, ഇന്നും നടക്കുന്നു. എല്ലാം അപ്പച്ചന് ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചന് കൃഷിയായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം കൃഷി ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വീശാൻ പോകും. ആവശ്യമല്ല, വല വീശാൻ. എനിക്കറിയാം. ഭയങ്കര മീനൊക്കെ. ഭയങ്കര സ്കിൽഡ് ഫിഷർമാൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കായലുണ്ട്. പിന്നെ അപ്പച്ചൻ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എല്ലാം അപ്പച്ചൻ പോയിട്ട് ഭയങ്കര മീൻസ് മറ്റേ ഇതുണ്ടല്ലോ മറ്റേ ഈ ഇങ്ങനെ അപ്പച്ചനത് കണ്ണിന് ഒറ്റ ടൈമിൽ 2 മിനിറ്റിന്റെ കണ്ണിൽ കൂടെ മീൻസ് അത്ര സ്കിൽഡ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പച്ചൻ ആ കഥകളൊക്കെ ഇങ്ങനെ പറയും. എന്താ അന്ന് അപ്പച്ചൻ അങ്ങനെ സ്കിൽഡ് ഫിഷർമാൻ ആയിരുന്നു. എന്നിട്ട് ആ മീൻ വീട്ടിലേക്കോ അതോ വിൽക്കുവോ? വീട്ടിൽ എടുത്തിട്ട് അധികം ഉണ്ടാക്കി വിൽക്കും. അപ്പച്ചൻ അതുകൊണ്ട് മീനില്ലാണ്ട് മീൻസ് അത്രയും ചെറുപ്പം മുതലേ അപ്പച്ചൻ അങ്ങനെ. എനിക്ക് ആ മീൻ കഴിച്ച് മീനില്ലെന്ന് ഉടനെ വല എടുത്തോണ്ട് പോയി വീശി കുമ്പളങ്ങിലൊക്കെ ഉച്ചയ്ക്ക് ചോറുണ്ട്. അങ്ങനെയാണല്ലേ? ഇപ്പൊ പക്ഷെ പറ്റത്തില്ല. ഞാൻ തന്നെ വല കെട്ടി, ഞാൻ തന്നെ അപ്പച്ചൻ വല കെട്ടുമായിരുന്നു. അപ്പച്ചൻ അത് ചെയ്യും. എന്നിട്ട് ഞങ്ങള് ഹെൽപ്പ് ചെയ്യായിരുന്നു ചെറുപ്പത്തിൽ. ഞാനും രണ്ടുപേരോടെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇപ്പം കടയിൽ നിന്ന് മേടിച്ചോണ്ട് ഫ്രഷ് അല്ലാത്ത മീൻ ഒരു ബ്രഷും ഇല്ല, ഗുണവും ഇല്ല. മാട്ടിറച്ചി മേടിച്ചാൽ കൊള്ളത്തില്ല, പോത്തിറച്ചി മേടിച്ചാൽ കൊള്ളത്തില്ല. എന്തൊരു കഷ്ടമാണ്. മനുഷ്യന്റെ കാലം ഇങ്ങനെ ആയി പോലും. മീനൊക്കെ മറ്റേത് ഫ്രഷ് കഴിക്കുന്നവർക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും. നേരെ പോയി വീശി കൊണ്ടുവന്ന് അങ്ങനെ അതായിരുന്നു. ഇപ്പൊ വീശാൻ ആഗ്രഹമുണ്ടോ?
വീശാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വീശയൊക്കെ ചെയ്യാം, പക്ഷെ അത് അവിടെ കൊണ്ട് നിർത്തണമല്ലേ. അല്ല കൊണ്ട് നിർത്തിയപ്പോ വീശുവോ? ആ ചുമ്മാ വയ്യ. അപ്പച്ചനിപ്പോ ആക്ച്വലി ഇപ്പൊ ഞങ്ങളിപ്പോ പുറത്തിപ്പം ഇപ്പൊ ഇങ്ങനെ പോയില്ല, ഞാനിപ്പോ പുറത്തേക്ക് കൊണ്ടുപോയാലും പോയിട്ട് വന്നാല് ക്ഷീണമാ, ഒട്ടും വയ്യ. പിന്നെ കാര്യം കംപ്ലീറ്റ് എനർജി അതിന് വേണ്ടിയിട്ട് യൂസ് ആവും, പിന്നെ ക്ഷീണമാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയത്. ഈ അമ്മച്ചിയൊക്കെ ഒളിച്ച് ഇവിടുന്ന് കടയിലൊക്കെ അങ്ങ് ഒളിച്ച് ആരും ഇല്ലാത്തപ്പോ ഇറങ്ങും. തിരിച്ചു വരുമ്പോ വഴിക്കൊക്കെ വെച്ചാൽ കാണും ഞങ്ങൾ. അങ്ങനെ വരുന്നത് ഇങ്ങനെ അണച്ച് മുഖമൊക്കെ ചുമന്ന് അങ്ങനെ വന്നിരിക്കും. പക്ഷെ എന്നാലും ഇവര് അമ്മച്ചിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കണമെന്നുള്ള അസുഖം. അതുകൊണ്ട് അതൊരു അസുഖമാണ്. അത് അന്നത്തെ കാലത്ത് ആൾക്കാർ വർത്താനം പറയണി, വാതിർന്ന് വർത്താനം വർത്താനം പറ. പല്ല് സാരമില്ല. എന്നെ പറ്റിയേ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടാലേ വർത്താനം പറയുള്ളൂ പറഞ്ഞു, അതാ ചോദിച്ചത്. അപ്പൊ ഇഷ്ടപ്പെടാത്തോണ്ടാണ് വർത്താനം പറ, എന്നോട് പറ. അമ്മച്ചി പണ്ട് കാലത്തെ ആൾക്കാർ മൊത്തം നന്നായിട്ട് പണി എടുത്തോണ്ടിരുന്ന, നമ്മളാണ് ഈ കുറുക്ക് വഴിയിൽ ഇപ്പൊ പണിയെടുക്കുന്നത്. സ്മാർട്ട് വർക്ക് എന്നൊക്കെയാണ് അതിന്റെ പേര് സ്മാർട്ട് വർക്കാണ്, പക്ഷെ കുറുക്ക് വഴിയാണ് കംപ്ലീറ്റ്. അപ്പൊ അവരെ സംബന്ധിച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി തന്നിരിക്കണം. എന്റെ അമ്മയുടെ അമ്മയുണ്ട്, ഭയങ്കര മരിച്ചുപോയി, ഭയങ്കര വയ്യാണ്ടിരുന്നാലും ശ്വാസം എടുത്ത് വലിക്കുമ്പോഴും കുരുമുളകിന്റെ ചോട്ടിൽ പോയി കുരുമുളക് പെറുക്കുക, പിന്നെ എന്തെങ്കിലും ഒരു പണി. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കണം, കുറുകുന്ന ഒച്ച കേൾക്കണം. എന്നാ പനിയൊക്കെ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കത്തില്ല. അമ്മച്ചി ആ ടൈപ്പാണോ? അതേ ടൈപ്പാ, അല്ലത് കണ്ടെടുത്ത് കാണിക്കും. ചുമ്മാ അമ്മച്ചി അതേ ടൈപ്പാ. അപ്പച്ചനും അതൊക്കെ തന്നെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ വലിയൊരു തടി എടുത്ത് പിടിച്ചു വെക്കണോന്ന് വെച്ചോ ഇവിടുന്ന്. ഞാൻ ഇപ്പം പൊതുവെ നമുക്ക് കാണുമ്പോ തന്നെ അപ്പച്ചന് പറ്റില്ലത്. എന്നാലും ഞാൻ തരണോ, ഞാൻ ചെയ്യണോ, എന്നിട്ട് ഞാൻ ഐസി കൊണ്ടുവരണം, അങ്ങനെ. അപ്പച്ചൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാതാവും, പിന്നെ രണ്ടുപേരെ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകും, സെറ്റാക്കി എടുക്കും. അങ്ങനെയാണ്. ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു. ഹാർട്ട് അറ്റാക്ക് അല്ല, ഒരു ചെറിയ രീതിയിൽ ഒരു നെഞ്ചെടുപ്പ്. അത് അപ്പച്ചന് ഇടയ്ക്കുണ്ട്, ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പച്ചനും അമ്മച്ചിക്കും ഇപ്പൊ കാഴ്ചയൊക്കെ നന്നായിട്ടുണ്ടോ? ഇല്ല, കാഴ്ച ഒരു കണ്ണിന് ഇച്ചിരി കുറവുണ്ട്. ആണോ? അമ്മച്ചിക്കോ? ചെയ്തതാണ് കണ്ണിന് ചെയ്തേ, പക്ഷെ അങ്ങനെ ഏജ് ആവുമ്പോ ഈ നെർവ്സിനൊക്കെ പുക പോലെയാണല്ലേ? ദൂരെ കാഴ്ചയുണ്ടോ? ഇല്ല ഇല്ല. രണ്ടുപേർക്കും ദൂരെ ഇരിക്കുന്നത് ആരാന്ന് അറിയത്തില്ല. പിന്നെ കൊച്ചു മോനോടെ ചോദിച്ചിട്ട് ആരാന്ന് ചോദിച്ചു. ഇല്ല. അപ്പം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ എല്ലാരെയും കാണാൻ, എല്ലാരെയും കാണാം, പക്ഷെ അത് ദൂരെ ചില സമയത്ത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു പാടാണ്. ആണാൻ തിരിയത്തില്ല. ഞാൻ തന്നെ ഇപ്പൊ ബൈക്കിലൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ പറയാം, സെൻസസ് എടുക്കാൻ വന്നേ. അപ്പൊ പറഞ്ഞ ഇങ്ങനെ നീയാ, അങ്ങനെ കിടക്ക് പറ്റി. കുസൃതിയായിരുന്നോ ജോമോൻ? എല്ലാ പിള്ളേരും കുസൃതിയാ. എങ്ങനെ ഉണ്ടായിരുന്നു ജോമോൻ ചെറുതില്ല? അമ്മച്ചി വളർത്തിയ അല്ല, അമ്മ വളർത്തിയ കുഞ്ഞ്, അമ്മച്ചി വളർത്തിയ അമ്മച്ചി ആക്ച്വലി എന്നെക്കാ വളർത്തിയത് അനിയനെയാണ്. അതിന്റെ പുന്നരിപ്പുണ്ട്. അല്ല, 18ാമത്തെ മാസത്തിൽ പോയതാ അവനെ എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ അവൻ 1.5 വയസ്സാകുള്ളൂ. ഞാൻ 4 വയസ്സ് വരെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെയാണ് ആക്ച്വലി ശരിക്കും ചെറുപ്പം മുതലേ, മീൻസ് ഞാനും ഇവിടെ തന്നെ ആയിരുന്നു, എന്നാലും മീൻസ് ഇവരായിട്ട് വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നത് അനിയനാണ്. അപ്പൊ അനിയൻ പക്ഷെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടത് ഇത്ര അവന് നാണം. ഇവിടെ വരുന്നോ? ഇതാട്ടോ മറിഞ്ഞിരുന്ന ആള്. പേരെങ്ങനെയാ? ജെറിൻ. ഭയങ്കര നാണമാണോ? മുഴുവൻ പേര് പറയണം കേട്ടോ. പറഞ്ഞപ്പച്ച ഞാൻ പേടിപ്പിച്ച് ഞാൻ പറയിപ്പിച്ചു. എന്റെ പേര് ജോൺ. ജി ജോൺ. എന്തോ അവൻ വീട്ടില് ജെറിൻ മോൻ, അല്ല ജെറിൻ ആണ് എനിക്ക് ജോമോൻ എന്നാണല്ലോ വീട്ടില്. അവന് പേരില്ലായിരുന്നു, അപ്പൊ അവൻ സ്വയം ജെറിൻ മോൻ. ഞാനല്ല, ആണാണ് അവൻ തന്നെ. അവനോട് ചെറുപ്പത്തിൽ ചോദിക്കുമ്പോ ആൾക്കാർ ചോദിക്കായിരുന്നു പേരെന്താ? ജെറിൻ. വീട്ടിലെന്താ വിളിക്കുന്നത്? ജെറിൻ മോൻ. നമുക്ക് പേരിട്ടില്ല, പിന്നെ വേണ്ടേ? അമ്മച്ചി ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ആരെയാ? അതിവനെയാ. ഇവനെ പണ്ട് ഒരു അമ്മച്ചി ഒരു കാര്യം പറയുമായിരുന്നു. ഇവൻ 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവൻ വീട്ടിലുള്ള എല്ലാം നശിപ്പിക്കും. അപ്പൊ ആണെങ്കിൽ ഇവനെ അമ്മച്ചി ചെറുപ്പത്തിൽ എന്നോട് പറയാ, ഇവൻ ഇരുമ്പ് വെള്ളമാക്കുന്നവനാണ്. ഒരു 3 വയസ്സുള്ള ഒരു ചെറുക്കന്റെ മുന്നിൽ നോക്കി മുഖത്ത് നോക്കി പറയണമെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പൊ അവൻ അന്ന് മുതലേ കൂട്ടം ഇരുമ്പ് വെള്ളമാക്കുന്ന ഇപ്പോഴും പറയും. ഇപ്പോഴും കളിയാക്കാറുണ്ട് ഞങ്ങൾ. ഇപ്പൊ എന്തിനാണ് നീ അത് പറഞ്ഞു? ഇതാ ഞാൻ വരാത്തോടെ ദൈവമേ, വിളിച്ചു വരുത്തി അപമാനിച്ചു സലിംകുമാർ. അമ്മച്ചി പറഞ്ഞിട്ടുള്ളേ, അമ്മച്ചിയാ പറഞ്ഞത്. അമ്മച്ചി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു, അല്ലാത്ത അമ്മച്ചി ഇങ്ങനെ. അപ്പച്ചന് ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള ആരെയാ? അത് ഇവിടെ രണ്ടുപേരെയും പറഞ്ഞിട്ടുണ്ട്.
രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും. അമ്മച്ചി പക്ഷെ ഏറ്റവും കൂടുതൽ ജെറിനെ ആയിരിക്കും. ജെറിമോനാ. ഒരു ദിവസം ഇവിടുന്ന് ആഴ്ചത്തെ വീട്ടിൽ പോയി, ഇവിടുന്ന് വടിയും കൊണ്ട് അവിടെ 2 അടിയും കൂടി നീങ്ങുമ്പോൾ രണ്ടുപേരെ എനിക്ക് രണ്ടുപേരെ വരെ ഇഷ്ടമല്ല പുറത്ത് വിടുന്നേ പിള്ളേരെ ഒന്നും. അതാ പിള്ളേരെ എപ്പോഴും കാണണം. നിങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും പോയേക്കല്ലേ. അവെയർ ആയിരുന്നു അന്ന് മുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സമാധാനം പറയണം എന്നുള്ള രീതിയിൽ അപ്പച്ചനെ ഏൽപ്പിച്ചിട്ട് പോയതില്ല. അപ്പച്ചനും അമ്മച്ചിനാണ് ഇഷ്ടം, പപ്പാനും മമ്മീനാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോണ്ട് എനിക്ക് തോന്നുന്നു അപ്പച്ചനും അതെനിക്ക് അമ്മച്ചോട്. മനസ്സിലായി. കാര്യം എന്താ, ഞാൻ ഇപ്പം ചെറുപ്പം മുതൽ ഇങ്ങനെ അത്ര മീൻസ് ഒരേ പപ്പ അമ്മ ഏത് ഏൽപ്പിച്ചു പോയപ്പോ അതേ സ്ഥാനത്ത് ഇവർ രണ്ടുപേരും ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ ഇതേപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഇവരോടായിരിക്കും. അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പറയും ആ ചെറുക്കനാണ് അച്ഛനെ അമ്മച്ചിനെ ഒന്നും സമ്മതിക്കാൻ, അപ്പച്ചനെ അമ്മച്ചിനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ജോമോന് ഇവർ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റും. അപ്പച്ചനും അമ്മച്ചിക്ക് ഇച്ചിരി സംസാരിക്കാൻ ഭയങ്കര പാടുണ്ട്. പെട്ടെന്ന് ഇപ്പൊ ചോദിക്കാൻ അവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. മീൻസ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവരോട് കണക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അല്ലാണ്ട് തന്നെ ആയാലും വേറെ ആയാലും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മീൻസ് അവർക്ക് കണക്ട് ആവാൻ ഇച്ചിരി അപ്പം ആ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് അവർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് റിപ്ലൈ തരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അമ്മച്ചി ജോമോനാണെങ്കിൽ വെളിയിൽ പഠിക്കാൻ പോവാന്ന് കേട്ട് ആണോ? അപ്പൊ അമ്മച്ചിക്ക് വിഷമാവത്തില്ലേ? വിഷമം എന്ന് പറഞ്ഞാൽ അവര് പഠിക്കണ്ടായ, അവര് ജീവിക്കണ്ടായ. പഠിക്കാൻ പോയില്ലേ ഇവിടെ നിന്ന് വല്ലതും കിട്ടുമോ? ഈ പറയുന്ന ആള് പോകുമ്പോ കരച്ചിലിന്റെ വീഡിയോ എങ്ങനെ ഇറങ്ങണം, അന്ന് ഇവിടെ വന്നിരിക്കും, വണ്ടി പിടിച്ച് വന്നിരിക്കും ഞങ്ങള്. കോളേജ് പോയ സമയത്ത് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നോട് പറയും നീ പോകണ്ടെന്നൊക്കെ. പോണ്ട കോളേജിൽ തൊടുപുഴയൊക്കെ പോയി പഠിക്കുന്ന അപ്പൊ അപ്പത്തിന് ഭയങ്കര സങ്കടമായിരുന്നു, മുഖമൊക്കെ മാറി ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. രാത്രി പോകുന്നുണ്ടെ കാണാം ഇവിടുന്ന് ഒരു സ്കൂട്ടറിൽ പോകുന്നത് പറഞ്ഞാൽ എന്ത് ഞങ്ങള് ബൈക്കിൽ ചില നമ്മുടെ ബൈക്ക് ആവശ്യമുള്ള സമയത്ത് ബൈക്കിൽ പോകുമായിരുന്നു. ഒരു ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകും. ഒരു ദിവസം ഞങ്ങള് കോളേജ് വെക്കേറ്റ് ചെയ്ത് വരുവാ. അപ്പൊ ഞാനും ഇവനും മീൻസ് ഇവൻ അവിടെ ഞങ്ങൾ രണ്ടുപേരും കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഒരു ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. അപ്പൊ ആണെങ്കിൽ ഞാൻ വെക്കേറ്റ് ചെയ്ത് വരുവാ ഹോസ്റ്റലിൽ നിന്ന്. അപ്പൊ ഞങ്ങള് രാത്രി നൈറ്റ് ആണ് വെക്കേറ്റ് ചെയ്യാൻ, എന്നാ പിന്നെ നൈറ്റ് ഇറങ്ങാന്നുള്ള രീതിയിൽ അപ്പച്ചനൊരു 12 മണിയായപ്പോ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു 2 മണിയൊക്കെ ആവുമ്പോൾ ഇങ്ങ് എത്തും അപ്പച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 1:30 എന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ ഏകദേശം സ്ഥിരം വരുന്ന ടൈം വേറെ കയറാറില്ല, അങ്ങനെ ഡയറക്റ്റിങ് വരും. അപ്പൊ ഈ ഒരു 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നോണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ വിളിക്കാനല്ല, സാധാരണ അപ്പൊ ഞാൻ ഒരു 150 തവണ വിളിക്കും എവിടായി ചോദിച്ചിട്ട്. അപ്പൊ വിളിക്കുന്നത് ഞാൻ ഉറങ്ങി കാണുമായിരിക്കും വിചാരിച്ചു. അപ്പൊ ആണെങ്കിൽ എന്താ ഞാൻ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പോയിരുന്നു. നോക്കിയപ്പോ അപ്പച്ചനോടെ വേർത്ത് കുളിച്ച് ഞെട്ടി TV ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ഫോണിൽ റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അപ്പച്ചന് വിളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാനാണെങ്കിൽ ഉറങ്ങിയെന്ന് വെച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, അങ്ങോട്ട് വിളിച്ചതും ഇല്ല. നോക്കിയപ്പോ അപ്പച്ചനോടെ ഞാൻ ഒരു അരമണിക്കൂർ ഇരുന്നായിരുന്നു നേരെ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരുന്നു. കാര്യം അപ്പച്ചൻ ദേഹമൊക്കെ വിറയ്ക്കുന്നു, പേടിക്കുന്നു, അങ്ങനെ അത്രയ്ക്ക് എനിക്ക് എന്റെ കൊച്ചുകളില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നിട്ടാണ് പറഞ്ഞു ഇപ്പൊ പഠിക്കട്ടെ, ഇവിടെ നിന്ന് എന്തുണ്ടാവും. എന്ത് ചെയ്യും? അതൊക്കെയാണ്. പഠിച്ചില്ലെങ്കിൽ അവർക്ക് ജീവിക്കണം. ഞാൻ ജീവിക്കുന്നതാണ്, അവരും ജീവിക്കണമല്ലോ. ജീവിക്കണം. ജോമോൻ പഠിക്കാൻ വേണ്ടിട്ടാണോ ഇതിലേക്ക് പോണോ അതോ? ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ആയിട്ടില്ല. ആള് പോകുന്നുണ്ടോ? ഞാനിപ്പം ബേസിക്കലി ട്രേഡർ ആണ്. ഇവിടെ തന്നെ മെന്റർ ആണ്. കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പം സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് ഒരു മെന്റർ. ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലെ മെന്ററാണ്. ചെറിയൊരു ബിസിനസ്മാൻ. നമുക്കല്ലാണ്ട് ഒരു ബിസിനസ് ചെറിയൊരു രീതിയിൽ നമ്മുടെ ഇവിടെ ബർണിക്ക, നമ്മൾ ഇങ്ങോട്ട് വന്ന സ്ഥലം ബർണിക്ക. നമുക്കറിയാം ഞങ്ങൾ 6 ഫ്രണ്ട്സ് ചേർന്ന ഒരു ചെറിയൊരു സ്റ്റോർ ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അത് നമ്മളങ്ങനെ സ്റ്റോർ എന്നുള്ള നമ്മുടെ എല്ലാവരും ഒരു സ്പോട്ട് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ബിസിനസ് സംസാരിക്കാനും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിനിമ മീൻസ് സിനിമയെ പറ്റി സംസാരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട്. സിനിമയാണ് താല്പര്യം. അവിടെ നിന്നാണ് ഈ വീഡിയോയിലേക്ക്. ആക്ച്വലി സിനിമ ഞാൻ പറഞ്ഞല്ലോ നേരെ, എന്താ സിനിമ ആണ് സ്വപ്നം, ലക്ഷ്യം, ആഗ്രഹം എല്ലാം സിനിമയാണ്. സിനിമയിലാണ് ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യം എനിക്ക് ചെറുപ്പം മുതലേ. അങ്ങനെയുള്ള ആള് വെളിയിലേക്ക് പോയിട്ട് പോകുന്ന നമുക്ക് ഞാൻ ഒരുപാട് ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് ഒന്നും, പക്ഷെ സിറ്റുവേഷൻ കുറെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിദേശത്തൊക്കെ എന്തൊക്കെയോ കോഴ്സുകൾ ഈ ഫിലിം ബേസ്ഡ് ഒക്കെ ഉണ്ട്.
എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. മീൻസ് എനിക്ക് ആക്ച്വലി ഇത് പോകണമെന്ന് പോലും ഇല്ല ആഗ്രഹം. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മള് സിനിമയാണല്ല, പക്ഷെ തിരിച്ചു വരും, തിരിച്ചു വന്ന് സിനിമ ചെയ്യും. കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂ എടുത്തിട്ട് നമുക്ക് മറ്റേ സ്റ്റാറ്റസ് ആക്കി എടുക്കാം. ഞാൻ ശരി കാശുണ്ടാക്കണം, ഞാൻ തന്നെ വിദേശത്ത് പോയി കുറച്ച് കാശുണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി പ്രൊഡ്യൂസ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ അനിയൻ ട്രേഡിംഗ് അല്ലേ, ട്രേഡ് ഒക്കെ ചെയ്തൊന്ന് നോക്ക്. ഇല്ല ട്രേഡ് എനിക്ക് സിനിമ തന്നെയാണ് എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അല്ല അങ്ങനല്ല, ട്രേഡ് ചെയ്ത കുറച്ചുകൂടെ കാശുണ്ടാക്കാം. കാശുണ്ടാക്കാം, അത് അവൻ കാശുണ്ടാക്കി തരട്ടെ, നമുക്ക് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ അല്ലേ, അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇന്റർവ്യൂ കഴിച്ച് കാണാടാന്നാണ്. ഇല്ലില്ല, അവന് പ്ലാൻ ഉണ്ട്. അവന് മീൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചോ, എന്താ നമ്മൾ ചെയ്യും, സിനിമ എന്തായാലും ചെയ്യും ഫ്യൂച്ചറിൽ. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അവന് 12,000 കിലോമീറ്റർ സ്കൂട്ടറിൽ പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വണ്ടി എടുത്ത സമയത്ത് വണ്ടി അതും കൊണ്ടൊക്കെ പോകും എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്ത് പോകും. അതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മള് ഒരു സ്വപ്നകഥ എന്ന പേരിൽ നമ്മളൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഫ്രണ്ടോടെ, പിന്നെ അല്ലാണ്ട് 2-3 എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഡയറക്ഷൻ ആണ് ആക്ച്വലി പാഷൻ, ചെയ്യണം, സിനിമയിൽ വരണം എന്നുള്ള ഇത് തന്നെയാണ്. പിന്നെ അതിപ്പോ സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ട് കയ്യില്. അപ്പൊ നമ്മൾ ഡയറക്ടേഴ്സിനൊക്കെ അയച്ചോട് ഓഡീഷൻസിനൊക്കെ പോകാറുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാണല്ലോ. പിന്നെ നമുക്ക് സിനിമയല്ലേ, അപ്പൊ അതിന് അതിൻ്റെതായിട്ട് സമയമുണ്ട്. നമ്മളത് നമ്മുടെ സമയം വരും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ കീപ് ട്രൈയിങ്, അതിന് ബ്രേക്ക് കൊടുക്കരുത്. അതെ, അതുകൊണ്ട് ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോൾ ആക്ച്വലി മീൻസ് ഒരു പാർട്ടിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൽ മീൻസ് എന്താ ഇത് ഹാപ്പിയാണ്, ഏതാ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ പക്ഷെ അതിനപ്പുറം എനിക്കും ഞാൻ ഒരു ആർട്ടല്ലേ, ഒരു കൈൻഡ് ഓഫ് ആർട്ടല്ലേ ചെയ്യുന്നത്. അപ്പം അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പച്ചനെയൊക്കെ വെച്ചിട്ട് ഇവൻ എനിക്കൊരു ചാൻസ് തരുമോ, പക്ഷെ കിട്ടാൻ പോകുന്ന അപ്പച്ചനെ അമ്മച്ചിക്കായിരിക്കും. അങ്ങനെയാണ് അപ്പച്ചൻ, എനിക്ക് തോന്നുന്നു അപ്പച്ചനായിരിക്കും ആദ്യത്തെ. എനിക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പച്ചനിലൂടെ അങ്ങനെ സിനിമ കയറിയാലോ. ഞാനാണ് അപ്പച്ചന്റെ കൊച്ചുവൻ, എനിക്കൊരു ചാൻസ്. അമ്മച്ചി കൂടുതൽ വഴക്കാളിയാരാ അമ്മച്ചി? ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആളാരാ? വഴക്ക് രണ്ടുപേരും ഉണ്ടാക്കത്തില്ല. ഓയ്യോടാ, രണ്ടുപേരും പരസ്പരം വഴക്ക ഉണ്ടാക്കത്തില്ല. അവര് ചിലപ്പോൾ പണ്ട് ഉണ്ടാക്കുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാല് വിളിച്ചു പറയും, വിളിച്ചോണ്ട് പോടാ പിള്ളേരെ. ഇപ്പൊ ഞങ്ങള് ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നേരെ പപ്പ വിളിക്കും, നീ കൊണ്ടുപോക്കാൻ മര്യാദക്ക്. അപ്പച്ചന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ഇടിച്ച് ചാവും. മറ്റേ അണ്ണൻ തമ്പി നീ കൊണ്ട് ചത്തുപോകത്തില്ലേ, പിള്ളേര് കളിക്കുന്നതാ, കളിച്ചാ ശരിയാകത്തില്ല. ഇപ്പൊ മീൻസ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളിപ്പം വഴക്കുണ്ടാക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് കമ്പനിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വൻ ഇടി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഇപ്പൊ ഞങ്ങൾ അവിടെ ബഹളം ഉണ്ടായി, ശബ്ദം കേട്ട് അപ്പച്ചൻ അവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തുള കേട്ടിട്ട് എന്തോ പറഞ്ഞു, നീ അപ്പച്ചൻ എന്റെ സൈഡായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ എന്തെങ്കിലും ഇവൻ ഇടിക്കൂന്നും പറഞ്ഞിട്ട് അമ്മച്ചി എന്റെ സൈഡുമായിരുന്നു ആ സമയത്ത്. അല്ല ഈ പറഞ്ഞ പോലെ ഈ കോളേജിലെ ചേട്ടൻ പഠിച്ചത് തന്നെ കോളേജിൽ പോയി പഠിച്ചപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല രസമായിരുന്നു, പ്രിവിലേജ്ഡ് ആയിരുന്നു. അപ്പം ആ ടൈമിൽ അവൻ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്നു, അത് കൈൻഡ് ഓഫ് അത് തന്നെ. അപ്പം എല്ലാവർക്കും അറിയാം, അവൻ ഓൾറെഡി അവിടെ ഒരു കൈൻഡ് ഓഫ് അല്ല അങ്ങനെയല്ല, അല്ല അതൊന്നും അവൻ അനുഭവിക്കേണ്ടി വന്നതാണ്. അതൊക്കെ രക്ഷപ്പെടുന്നത് അവനെ കണ്ടു പഠിക്കുക, അതാണ് മെയിൻ പ്രശ്നം. കോളേജിൽ പോയപ്പോഴായിരുന്നു സാറന്മാരെയൊക്കെ പിടിച്ചിരിക്കുമ്പോ അവനെ കണ്ടു പഠിച്ചുകൂടാ, പോയി രക്ഷപ്പെടാൻ. ഞങ്ങൾ തമ്മിലൊരു ചെറിയ സാമ്യത, മീൻസ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല, പക്ഷെ പുറത്തുനിന്ന് ഈ കമന്റ് ബോക്സിലൊക്കെ ഞങ്ങൾ ട്വിൻസ് ആണോ അങ്ങനെ കുറെ പേര് ചോദിക്കും. അപ്പൊ കോളേജിലൊക്കെ വെച്ചായാലും ഇപ്പം ഞാനാണെന്ന് പറഞ്ഞ ഇവനോട് പോയി ആൾക്കാർ സംസാരിക്കും. ടീച്ചേഴ്സൊക്കെ ഞാൻ ചെറിയ എത്ര വയസ്സിന് വ്യത്യാസം? 2 വയസ്സ് 3 വയസ്സിന് വ്യത്യാസമാണ്. പക്ഷെ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടെന്ന്, പക്ഷെ പറയാറുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കുന്നത്, അപ്പൊ എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന ചില സമയത്ത് സൈഡിൽ നിന്നല്ലോ ഞാൻ അങ്ങനെ തോന്നാറുണ്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ആണോ അപ്പച്ചനും അമ്മച്ചിക്ക് മാറിപ്പോയിട്ടുണ്ടോ? അതെ, ഞങ്ങളെ ഇല്ല അതൊന്നും ഇല്ല അങ്ങനല്ല, ഒരേ സാമ്യത ഉണ്ട്. മീൻസ് ഞങ്ങളെ കാണാൻ ഒരേപോലെ ഇരിക്കുമെന്ന്. അപ്പൊ അപ്പച്ചൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോന്ന് ചോദിച്ചതാ. ഇല്ല അമ്മച്ചി അപ്പത്തന്നെ കൈവെക്ക ആൻസർ പറഞ്ഞു. അമ്മച്ചി പിന്നെ വൺ വേർഡാ കംപ്ലീറ്റ്. അതേ ഉള്ളു അമ്മച്ചി ഇങ്ങനെ. അമ്മച്ചി അപ്പൊ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ അതോ? അല്ലല്ല, വീഡിയോയിൽ കാണാറില്ലേ അമ്മച്ചി? ചെറുതായിട്ട് ശകലം ചുമ്മാ ഇരിക്കത്തില്ല, പുളി കുത്താനും അതിനും ഇതിനും ഒക്കെ പോകുള്ളൂ. പ്രവൃത്തിയാണ്, സംസാരം ചെയ്തോണ്ടിരിക്കും. പക്ഷെ അല്ലാണ്ട് ഇപ്പം പുറത്തുനിന്ന് ആരെ കണ്ടാലും അമ്മച്ചി അങ്ങനെ അധികം സംസാരിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറൊരു അമ്മച്ചിയുടെ ആങ്ങളെ അല്ലെ അവരെ വന്ന വേറൊരു ഫാമിലി വന്നപ്പോൾ അമ്മച്ചി അങ്ങനെ. പക്ഷെ ഇവിടെ ചില്ലാണ്. ഇവിടെ ഇത്രയും പേരുടെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് എന്ത് ബഹളം, ഇവിടെ അടിപൊളിയായിട്ട് അമ്മച്ചി ഇതൊക്കെ കാര്യങ്ങളൊക്കെ. അമ്മച്ചി ഇവര് രണ്ടുപേരും ഡ്രസ്സൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി വീടൊക്കെ വൃത്തിയാക്കി വെക്കുവോ? രണ്ടുപേരും സ്വയം വലിയ സന്തോഷമാണ്.
അവരെ എടുക്കാൻ. ഇനി സന്തോഷം എന്ന് ജോലി പറയരുത്. ഇനി സന്തോഷം ഇനി സന്തോഷം എന്ന് പറയുന്ന വാക്ക് അപ്പച്ചൻ ഉപയോഗിക്കരുതെന്ന്. അല്ല, ഇവർ രണ്ടൊരു പണിയൊക്കെ ചെയ്തോളോ വീട്ടിലെ? ഓ എല്ലാം ഇഷ്ടം പോലെ. എല്ലാ പണിയും ചെയ്യും. തുണിയെല്ലാം കഴിയും, ചപ്പാത്തി ഉണ്ടാക്കും, ആ, കറിയൊക്കെ വെക്കുവോ? കറി വെക്കത്തില്ല. വെക്കത്തില്ല. കറി വെക്കാൻ മാത്രം പഠിപ്പിച്ചില്ല. ഇല്ല. പിന്നെ വെളിയിൽ പോകുന്നവരുടെ കാര്യം വയ്ക്കണ്ടായോ? ആ, വെളിയിൽ ഇപ്പൊ ഇനി ഒരു മാസം പെട്ടെന്ന് തന്നെ, കാരണം അമ്മച്ചിമാരുടെ റെസിപ്പീസ് കുറെ പഠിച്ചു വെച്ചു. നമ്മുടെ അമ്മയല്ല, അമ്മൂമ്മമാരുടെ റെസിപ്പീസ് മേടിച്ചു വെക്കാണ്. നിങ്ങളുടെ ചാനലിൽ അതും കൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ശരിയാ, ഞാൻ ഐഡിയ പറഞ്ഞു. അത് കൊള്ളാം. ആ ഐഡിയക്ക് എന്താണ് പേറ്റന്റ് ഉണ്ട്. ബിസിനസ്സുകാരെ ഒന്ന് അതിനെ കുറിച്ച് സംസാരിക്കും, ഡീലിടും. കോപ്പിറൈറ്റ് ഉള്ള ആ, idea. അതായത് അമ്മച്ചിയെ കൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോ നീ സഹായിച്ചു കൊടുത്തിട്ടില്ല, അമ്മച്ചി കുക്ക് ചെയ്യുന്നു. ശരി അമ്മച്ചി ശരി, പറഞ്ഞാല് കുക്ക് ചെയ്താൽ മതി. എന്തായാലും അത് ചെയ്യാം നമുക്ക്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇവരുടേത് അങ്ങനെയായിരിക്കും. എന്നിട്ട് അപ്പച്ചന് കൊടുക്കാം നമുക്ക്. അപ്പച്ചന് കൊടുക്കാം. പാവ അപ്പച്ചൻ. ഇനി ഞാനത് സഹിക്കണമല്ലോ. നിന്റെ അപ്പച്ചന് ഞാൻ പറഞ്ഞൊക്കെ കേൾക്കുന്നു, തിരിയുന്നുണ്ടല്ലോ. അപ്പച്ചന് മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലല്ല, ഞാൻ പറഞ്ഞതെന്നറിയോ, അപ്പച്ചന്റെ ഒരു വടിയെടുത്ത് ഓടിക്കുന്നു. അതില്ല, ഞാൻ പറഞ്ഞത് അപ്പച്ചൻ അങ്ങനെ ചെയ്യില്ല. അപ്പച്ചൻ ഇപ്പോഴൊന്നുമില്ല. ഇപ്പഴില്ല, പണ്ടായിരുന്നു. പണ്ടായിരുന്നു ഓടിച്ചേ. നിന്റെ ഐഡിയ എടുത്തോണ്ട് ഓടി. ഇപ്പൊ ഞാൻ നന്നായി. അപ്പൊ അപ്പച്ചൻ അമ്മച്ചി എന്നെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു. സന്തോഷമായില്ലേ വളരെ ഇവിടുന്ന്? ഇഷ്ടപ്പെട്ടു. അയ്യോ അമ്മച്ചി എനിക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിലായി. സംസാരിച്ചല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ. അവർ ഇത്രയും ദൂരത്തുനിന്ന് അപ്പച്ചന് വേണ്ടിട്ട് വന്ന് കാണാം, അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിട്ട്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളെ കാണുന്ന പ്രേക്ഷകരോട് സന്തോഷമുണ്ടോ? സന്തോഷം മാത്രം പറയരുത്, വേറെ എന്തെങ്കിലും പറ. രണ്ടുപേരും പറ. സ്നേഹമുണ്ട്. ആ, സന്തോഷം. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കുക. അപ്പച്ചൻ അങ്ങനെ ചില ഹാപ്പി സമയത്ത് ആയിട്ടിരിക്കും. അല്ല, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസിനകത്ത് മീൻസ് അപ്പച്ചന ഉമ്മ തരുന്ന അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചന്റെ ഒരു ഉമ്മ കൊടുത്തു, ഉമ്മ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അപ്പച്ചൻ ഉമ്മാന്ന് പറഞ്ഞേ നിനക്ക് തരാൻ എനിക്ക് അതാ പറഞ്ഞു. ഉമ്മ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണോ അത്? അപ്പച്ചന് ഉമ്മ കൊടുത്തേ അതുകൊണ്ട് കണ്ടോ? അച്ചോടാ നമുക്ക് അമ്മച്ചി ഞാൻ അമ്മച്ചി അത് ശരിക്കും കിട്ടിയില്ല അപ്പച്ച. അപ്പച്ചന്റെ ഉമ്മ അതത്രേ ഉള്ളൂ, അതത്രേ അത്രേ ഉള്ളൂ. വീഡിയോസിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ പത്തേ മൊത്തം ഇല്ല. അപ്പച്ചൻ ഒന്നുകൂടെ ഒരു ഉമ്മയും കൂടെ കൊടുത്താൽ പോയി. നല്ലപോലെ കൊടുക്കും. അയ്യോ, മൂക്കല്ല മുട്ടേണ്ടത്, ഉണ്ടാ മുട്ടേണ്ടത്. വേണ്ട, അമ്മച്ചി കൊടുക്കുന്നുണ്ട്, വേണ്ട. അപ്പച്ചൻ അങ്ങനെയാ കൊടുക്കണ്ടേ കേട്ടോ. പക്ഷെ അപ്പച്ചൻ നല്ല സ്നേഹമുള്ള ആളാണേ. അപ്പച്ചനെ അമ്മച്ചി നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒന്ന് പറ. ഭയങ്കര സ്നേഹം. ഇതൊക്കെ ഇത് ആൾക്കാരെ കാണില്ലേ എന്ന് വെച്ചാൽ ഇതിപ്പോ എന്തിനാ വീഡിയോ എടുത്തത്? നമുക്ക് ഒരുപാട് പേരെ കാണിക്കാം, കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവർക്കത് കാണുമ്പോൾ അപ്പച്ചനും അമ്മച്ചയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അപ്പൊ അവരോട് എന്താ അപ്പച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ആയിട്ടിരിക്കാൻ പറ. എന്തെങ്കിലും എല്ലാരും സന്തോഷത്തോടെ ഇരിക്കാൻ പറ. എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. എന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം. ആരോഗ്യത്തോടെ ഇരിക്കും. ഞങ്ങൾക്കൊക്കെ കാണുന്നവർക്ക് ഭയങ്കര സന്തോഷം. അത് കിട്ടുന്നത് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഭാഗ്യമുള്ളവരാണ് ഈ ലോകത്ത്. മാങ്ങ മേടിച്ചോണ്ട് കണ്ടോ ചേച്ചിക്ക് തരാനാ? എന്താ മാങ്ങ മാങ്ങ ചക്കയും മാങ്ങ തേങ്ങയൊക്കെയാണ് എന്റെ കാക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഡിക്കിയിലേക്ക് ഇട്ടാൽ ഞങ്ങള് വേണ്ടെന്നൊന്നും പറയത്തില്ല. ഉണ്ടെന്ന് അവിടെ തപ്പാ നമുക്ക്. പറയാം സമാധാനം. എനിക്ക് ചക്കയും മാങ്ങയൊക്കെ തരാനുള്ള ഒരു ഇതിലാണ്. എന്നെ കണ്ടറിയാം ചക്കയും മാങ്ങ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ അമ്മച്ചി അപ്പച്ച കണ്ടതിലേക്ക് ഭയങ്കര സന്തോഷം. ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടുപേരും നിങ്ങൾക്ക് നല്ല രണ്ട് കൊച്ചുമക്കളുണ്ട്. അതുപോലെ ആ കൊച്ചുമക്കൾക്ക് നല്ല പൊന്നാണ്. ബാക്കിയുള്ള കൊച്ചുമക്കളും നിങ്ങൾ നന്നായിട്ടിരിക്കും. ഞങ്ങളും ഒക്കെ നിങ്ങളുടെ കൊച്ചുമക്കളാണ്. അതെ, ഇപ്പൊ നമ്മള് ആക്ച്വലി വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനപ്പുറം ആൾക്കാർക്ക് മീൻസ് ഇപ്പം ചില സമയത്ത് പണ്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പച്ചനും അമ്മച്ചി ഇപ്പം മരിച്ചു പോയിട്ടുള്ള ആൾക്കാര്, അവർക്കൊക്കെ അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും പോലെ. അപ്പൊ ഞാനിപ്പം ആക്ച്വലി എന്റെ മെയിൻ മോട്ടീവ് ഞാൻ എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ട് ഈ തുടരും പടം കാണിക്കാൻ കൊണ്ടുപോയ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി. ഒരു 4-5 പേര് എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു ഞങ്ങൾ പടം കാണിക്കാൻ കൊണ്ടുപോയി വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ അതൊരു ഒരു ഇൻഫ്ലുവൻസ് അല്ലേ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്. എന്താ നമ്മൾ കാരണം ഇപ്പൊ നമ്മുടെ ഒരു ബോണ്ടിങ് കാരണം അത് ആൾക്കാരിലോട്ട് കാണുന്ന സമയത്ത് അവർക്ക് ഓക്കെ ഒരു അറ്റ്ലീസ്റ്റ് അവരെ നോക്കി ഒരു ചിരിയെങ്കിലും കൊടുക്കാൻ, ഒരു കൺസിഡറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യണം. നമ്മളെ ഇപ്പം പണ്ടൊക്കെ നമ്മളെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയതും നമുക്ക് ഇപ്പം ഏതെങ്കിലും അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആരും കാണാൻ പൈസ ഒക്കെ വെച്ച് തന്നിരുന്ന അവരൊക്കെ എത്ര ആൾക്കാർ നമ്മൾ മറന്നുപോയ ആൾക്കാർ, ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കാണും. പക്ഷെ അവരെല്ലാരെയും നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യുക. ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ എല്ലാവരും ചെയ്യണം. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് അപ്പച്ചന് ഇത്ര സ്നേഹം ഞങ്ങളോട്. അതെ, ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ആണ്, നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് അവര് സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായും അത്രേ ഉള്ളൂ ആ സന്തോഷം. അതെ. അപ്പം
കണ്ടതിലും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ചേച്ചി വന്നതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക്. അവർക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് അവരോട് ഇവരൊക്കെ അല്ലേ സംസാരിക്കുക. നമ്മുടെ അതെ, സന്തോഷം അതെ. അല്ലേ? ഓക്കെ, എല്ലാം കൂടെ ഫുൾ സന്തോഷമുള്ളൊരു അതന്നെ സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഓക്കെ.